തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916. വാർത്തകൾ വിശദമായി. കാക്കഞ്ചേരിയിൽ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾ കുടുങ്ങി ഗുരുതരാവസ്ഥയിലായിരുന്ന വള്ളിക്കുന്ന് സ്വദേശിയടക്കം 2 രോഗികൾ മരിച്ചു. എടരിക്കോട് കളത്തിങ്ങൽ വീട്ടിൽ സുലൈഖ, വള്ളിക്കുന്ന് അരിയലൂർ കോട്ടാശ്ശേരി സ്വദേശി ഷജിൽ കുമാർ എന്നിവരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ പൊലിഞ്ഞത്. ശനിയാഴ്ച രാത്രി മലപ്പുറത്തെ ആശുപത്രികളിൽ നിന്ന് കോഴിക്കോട്ടെ ആശുപത്രികളിലേക്ക് വരികയായിരുന്നു ഇരുവരും. അരമണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽ കിടന്നെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ പറഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ 6 പാതയിൽ കാക്കഞ്ചേരി ഭാഗത്താണ് ആംബുലൻസുകൾ കുടുങ്ങിക്കിടന്നത്. ഇതേ തുടർന്ന് രോഗികൾക്ക് യഥാസമയം ചികിത്സ നൽകാനായില്ല. വളരെ ഗ്യാപ്പായി പോകും. അഞ്ച് ലൈനൊക്കെ ആണ്, 5 ലൈനൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും എമർജൻസി വരുന്ന ടൈമിലെ ഈ റോഡിൽ പുറത്ത് കയറാതെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ പോയി കയറാൻ വേണ്ടി. ദേശീയപാതയിൽ കാക്കഞ്ചേരിയിലെ ഈ ഗതാഗതക്കുരുക്കിലാണ് 2 ജീവനുകളുമായി എത്തിയ ആംബുലൻസുകൾ കുടുങ്ങിയത്. കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിലേക്ക് വരികയായിരുന്ന എടരിക്കോട് സ്വദേശി സുലൈഖയായിരുന്നു ഒരു ആംബുലൻസിൽ. ഗുരുതരാവസ്ഥയിലായിരുന്ന ഇവർക്ക് ഗതാഗതക്കുരുക്കിൽ തന്നെ കാർഡിയാക് അറസ്റ്റ് വന്നു. ആംബുലൻസിലുണ്ടായിരുന്ന നഴ്സുമാർ CPR ഉൾപ്പെടെ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും വാഹനം ഗതാഗതക്കുരുക്കിൽ തന്നെ കിടന്നത് നില വഷളാക്കി. രാമനാട്ടുകര ക്രസന്റ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കോട്ടക്കലിൽ നിന്ന് ഇഖ്ര ആശുപത്രിയിലേക്ക് സാധാരണഗതിയിൽ 45 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ആംബുലൻസ് അത്ര തന്നെ സമയം നിശ്ചലമായി വഴിയിൽ കുടുങ്ങിയെന്ന് തെഹൽക്ക ആംബുലൻസിന്റെ ഡ്രൈവർ നൂമാൻ അൽത്താഫ് പറഞ്ഞു. 4 വരിയിലായി കുരുങ്ങിക്കിടന്ന വാഹനനിരയിൽ നിന്ന് 1 ഇഞ്ച് പോലും അനങ്ങാനാവാതെ ആംബുലൻസ് നിശ്ചലമാവുകയായിരുന്നു. ഇതുകണ്ട മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ ഇറങ്ങി വന്ന് കുരുക്കൊഴിവാക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് വാഹനക്കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാനായതെന്നും ഡ്രൈവർ പറഞ്ഞു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത ഷജിൽ കുമാറുമായി വൈകിട്ട് 7:30 പുറപ്പെട്ടതാണ് 2ാമത്തെ ആംബുലൻസ്. 20 മിനിറ്റിലധികം ഈ ആംബുലൻസും ഗതാഗതക്കുരുക്കിൽ കിടന്നു. ആശുപത്രിയിലെത്തുമ്പോൾ ഷജിലും മരിച്ചിരുന്നു. സാധാരണ ചേളാരി DMSൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനാവുമെന്ന് ഡ്രൈവറായ സാദിഖ് വെളിമുക്ക് പറഞ്ഞു. എന്നാൽ കാക്കഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിൽ അരമണിക്കൂറോളം അകപ്പെട്ടതോടെ രോഗിയുടെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയായിരുന്നു. ഗതാഗതക്കുരുക്കിൽ മറ്റു ചില ആംബുലൻസുകളും കുടുങ്ങിക്കിടന്നതായി ഇവർ പറഞ്ഞു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാക്കഞ്ചേരിയിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. രാത്രിയാകുന്നതോടെ ഇത് ഇരട്ടിയാകും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.